ഈ സുലൈമാൻ ഫാദറിനെ കുറിച്ച് തന്നെ പറയുന്നത് ഒരു ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ആശുപത്രിയിൽ അഡ്മിറ്റായി. ആ സീസണിൽ അവിടെയുള്ള ചില സഹോദരിമാരെ പരിചയപ്പെട്ടു. അവരുമായുള്ള ബന്ധത്തിന്റെ ഭാഗമായി അദ്ദേഹം പിന്നീട് ഈ പറയുന്ന ലെവലിലേക്കൊക്കെ എത്തിപ്പെട്ടു എന്നാണ്. അത് അദ്ദേഹത്തെ പഠിപ്പിച്ച ഉസ്താദുമാർ പോലും പറയുന്നുണ്ട്. പച്ചക്കള്ളം എന്ന രീതിയിൽ ഇയാൾ പറയുന്ന എല്ലാം എത്രമേൽ വാസ്തവ വിരുദ്ധമാണെന്ന് ഞാൻ ദാരിമിയാണ് എന്ന് പ്രസംഗിക്കുന്നിടത്ത് വരെയുമുണ്ട്. അയാൾ 2 കൊല്ലം കൂടി പഠിച്ചാലേ ദാരിമിയാവുമായിരുന്നുള്ളൂ. ഈ കള്ളം പറയുന്നത് കൊണ്ടും അവിടെ തന്നെ പലരുടെയും ഇടയിൽ ഫിത്ന ഉണ്ടാക്കുന്നത് കൊണ്ടും അന്ന് ആ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ് ഇദ്ദേഹം. അന്നും ഇതായിരുന്നു പ്രശ്നം. അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ പിന്നീട് അയാളുടെ സഹപ്രവർത്തകരും സഹപാഠികളും വെളിപ്പെടുത്തിയത് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. എന്നാലും ആഘോഷിക്കപ്പെട്ടു. അയാൾ 18-ാം വയസ്സിൽ ഖത്തീബായി എന്നാണ് പറയുന്നത്. അയാൾ ആദ്യകാലത്ത് ഇറങ്ങിയ ഒരു വീഡിയോ, അന്ന് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ. 18-ാം വയസ്സിൽ ഖത്തീബായി. 8-ാം വയസ്സിൽ അയാൾ ദാറുസ്സലാം കോളേജിൽ പ്രവേശനം നേടി. സാധാരണ രീതിയിൽ 8-ാം വയസ്സിൽ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും. അയാൾ അന്ന് ദാരിമിയാവാൻ വേണ്ടിയിട്ട് കിതാബൊക്കെ ഓതി തികഞ്ഞ് മുത്തവലിന് വേണ്ടി പ്രവേശനം നേടി എന്നാണ് പറയുന്നത്. കുറേ അച്ചായത്തിമാരെ നിർത്തിയിട്ട് അയാളുടെ ഒരു പഴയ പ്രഭാഷണം ഉണ്ട്. അത് ഓർക്കുമ്പോഴേക്ക് ചിരി വരും. അവിടെ ഞാൻ എന്തായിരുന്നു പഠിച്ചത് ഖുർആൻ, സുന്നത്ത്, ഖിയാസ്, ഇജ്മാ. ഈ കോളേജും അവിടുത്തെ സിലബസും പരിചയമുള്ള ആളുകൾക്ക് ചിരിച്ച് വൈകുന്നേരം വരെ ചിരിക്കാനുള്ള ഒരു വിഭവമാണിത്. അവിടെ മുമ്പിൽ പഠിച്ചിരുന്നത് ഖുർആൻ ഓക്കെ ആയിരിക്കും, സുന്നത്ത് ഓക്കെ ആയിരിക്കും. ഇതേ തലത്തിൽ അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇജ്മാ എന്ന് പറഞ്ഞൊരു കിതാബും അതേമാതിരി ഖിയാസ് എന്ന് പറഞ്ഞൊരു കിതാബും. അങ്ങനെ ഭൂലോകത്ത് കിതാബ് തന്നെയല്ലേ. അപ്പൊ ഇവരെ എങ്ങനെ പ്രലോഭിപ്പിക്കാൻ പറ്റും, അങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമായിരുന്നു അയാൾ നടത്തിയത്.